أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم تلك آيات الكتاب المبين. لعلك باخع نفسك ألا يكونوا مؤمنين. إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين. وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1229 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26ാമത്തെ അധ്യായമായ സൂറത്ത് ശുറായിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താസീം തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. لعلك باخع نفسك ألا يكونوا مؤمنين. إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين. وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 26ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 227 ആയത്തുകൾ അടങ്ങിയ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിൽ അവതീർണമായ സൂറത്ത് ശുഅറയിനെ പൊതുവായിട്ട് നമ്മൾ ഇന്നലെ പരിചയപ്പെടുകയുണ്ടായി. ഇതിന്റെ പേര്, അവതരണഘട്ടം, ഇതിന്റെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങൾ സമഗ്രമായും സംക്ഷിപ്തമായും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഈ സൂറത്ത് തുടങ്ങുന്നത് 3 അക്ഷരങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ്. താസീൻ മീം എന്നീ 3 അക്ഷരങ്ങളാണ്. മുഖത്താഴത്ത് എന്നാണ് പൊതുവെ ഇത്തരം സൂറത്തുകളുടെ തുടക്കത്തിലുള്ള അക്ഷരങ്ങളെ കുറിച്ച് പറയാറുള്ളത്. അലിഫ് ലാം മീം ത്വാഹ യാസീൻ കാഫ് ഹാ യാ ഐൻ സ്വാദ് പോലെയുള്ള വേറെയും ചാപ്റ്റർ ഇനീഷ്യൽസ് ആയിട്ടുള്ള ഇങ്ങനെ ഒറ്റപ്പെട്ട അക്ഷരങ്ങള് അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഒരു ആയത്തായിട്ടോ ആയത്തിന്റെ ഭാഗമായിട്ടോ വരുന്ന രീതി നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. പിന്നിട്ട പല സൂറത്തുകളിലും ഉണ്ട്, ഇനിയും വരാനിരിക്കുന്ന സൂറത്തുകളിലും ഉണ്ട്. ഹാമീം ഒക്കെ അതിൽ പെട്ടതാണ്.
മൂന്നക്ഷരങ്ങളാണ് ഇവിടെ തുടക്കം. ത, സീൻ, മീം. എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നേരത്തെ നമ്മൾ മുഖത്താഴത്തുകളെ പൊതുവായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധയൂന്നിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. അലിഫ് ലാം മീം പോലെയുള്ള മുഖത്താഴത്തുകളെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. വളരെ ഗൗരവമുള്ള ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നേ കേൾവിക്കാരുടെ, വായനക്കാരുടെ, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആനിലെ എല്ലായിടങ്ങളിലും ഈ മുഖത്താഴത്ത് വന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. സൂറത്തുകളുടെ തുടക്കത്തില് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറയുന്ന വിധത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ ഒന്ന് മുട്ടി വിളിക്കുന്ന പോലെയുള്ള, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുന്ന പോലെയുള്ള ഒരു ഫംഗ്ഷനാണ് അതിനുള്ളതെന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി അഭിസംബോധന ചെയ്യുന്ന വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യവും ഇങ്ങനെയുള്ള മുഖത്താഴത്തുകളെ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മൂന്നക്ഷരങ്ങള് ഖുർആന്റെ ആകെ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന അക്ഷരങ്ങളുടെ കൃത്യതയുടെ കൂടി ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവയാവാനും സാധ്യതയുണ്ട്. ഓരോ അക്ഷരത്തിനും ഒരു കൃത്യമായ കണക്ക്, അതും ഒരു ഗുണിതമാണ്. ഓരോ അക്ഷരത്തിനും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഗുണിതം ആയിട്ട്, ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്യുറസി, മാത്തമാറ്റിക്കൽ ആക്യുറസി കാണാവുന്നതാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാവണം ഈ അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവുക. മനുഷ്യന്റെ ഭാവനയിലോ കണക്കുകൂട്ടലിലോ സാധ്യമല്ലാത്ത അത്രയും കൃത്യതയാണ് ഈ സംഗതികൾക്ക് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്ന് ദീർഘമായി ഉച്ചരിക്കുന്ന, ദൈർഘ്യപ്പെടുത്തിക്കൊണ്ട് പാരായണം ചെയ്യുന്ന അക്ഷരങ്ങൾ ത, സീൻ, മീം. അതില് സീനും മീമും അതിന്റെ മുകളിലായിട്ട് മദ് കൊടുത്തത് കാണാൻ കഴിയും. ദീർഘിപ്പിച്ച് പാരായണം ചെയ്യാനുള്ളതാണ്. എനിക്ക് എത്രത്തോളം ശ്വാസം പിടിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത്ര ദീർഘിപ്പിക്കാറില്ല. അപ്പോ ഈ മൂന്നക്ഷരങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ആയത്തായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. ചില സൂറത്തുകളിൽ വേറെ തന്നെ ഒരു ആയത്തായിട്ട് കാണാറില്ല. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തില് അലിഫ് ലാം മീം എന്നത് ഒരു ആയത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ വേറെയും സൂറത്തുകളുണ്ട്. ചിലയിടത്ത് ചില സൂറത്തുകളിൽ അങ്ങനെ അല്ലാത്തതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് തുടർന്നുള്ള ആയത്തുകളുടെ പഠനത്തിലേക്ക് നീങ്ങാം. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഈ മൂന്നക്ഷരങ്ങളെ വളരെ ദൈർഘ്യപ്പെടുത്തിക്കൊണ്ട് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ട ശേഷം അള്ളാഹു വിശുദ്ധ ഖുർആനിലേക്കാണ് ഒരു പരാമർശം നടത്തുന്നത്. അതിലെ ആയാത്തുകളിലേക്ക്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഈ വേദഗ്രന്ഥത്തിൽ, ആ വേദഗ്രന്ഥത്തിലെ സുവ്യക്തങ്ങളായ ആയാത്തുകളാണ്, സുവ്യക്തങ്ങളായ വാക്യങ്ങളാണ്, സൂക്തങ്ങളാണിവ എന്നാണ്
ഈ ആയത്തിന്റെ സൂചന. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഇത് ആയാത്തുൽ കിതാബാണ്, ദൈവിക വേദഗ്രന്ഥത്തിലെ ആയാത്തുകളാണ് അവ. തിൽക്ക എന്നത് കുറച്ച് അകലെയുള്ള എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ്. ദാലിക എന്നതിന്റെ ഫെമിനീൻ ഫോമാണ് തിൽക്ക എന്നത്. ദാലിക എന്നത് മാസ്കുലൈൻ ജെൻഡർ ആണ്, പുല്ലിംഗം സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഇത് സ്ത്രീലിംഗം സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ബഹുവചനത്തിന്, അത് പ്ലൂറൽ നൗണിന് അറബിയില് സ്ത്രീലിംഗം ഉപയോഗിച്ചുകൊണ്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു രീതി അറബി വ്യാകരണം അത് അനുവദിക്കുന്നുണ്ട്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, സുവ്യക്തതയുള്ള കിതാബിലെ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിലെ അങ്ങേയറ്റത്തെ സുവ്യക്തതയുള്ള തെളിമയുള്ള ആയാത്തുകളാണവ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളിലേക്കാണ് സൂചന നൽകുന്നത്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിന് പിൻബലമായ തെളിവുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം അദ്ദേഹത്തെ നിഷേധിക്കുകയും കളവാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കയിലെ ആളുകൾ. അവര് പല ദൃഷ്ടാന്തങ്ങളുമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം തെളിയിക്കുന്നതിന് വേണ്ട. അള്ളാഹുവിടെ നൽകുന്ന ഒരു മറുപടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, സുവ്യക്തമായ, വ്യക്തതയുള്ള, തെളിമയുള്ള, അവ്യക്തതയോ വക്രതയോ ഇല്ലാത്ത വേദഗ്രന്ഥത്തിലെ ദൃഷ്ടാന്തങ്ങളാണവ. അപ്പോ ദൈവിക ഗ്രന്ഥത്തിലെ കാര്യങ്ങളെ വ്യക്തതയുള്ളതാക്കുന്ന സൂക്തങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്, ആയാത്തുകളാണ് ഈ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്, അല്ലെങ്കിൽ ഇനി കേൾപ്പിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തരം ആയാത്തുകള് യാതൊരു നിലക്കും പ്രസക്തമാവുന്നില്ല. ഏറ്റവും മുബീനായ ആയാത്തുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിനകം തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ കാര്യങ്ങള് വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടതാണ്. നിത്യ ഏതാണ്, സത്യം ഏതാണ് എന്നത് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്നത് വേർതിരിക്കപ്പെടുന്നുണ്ട്. അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിഷിദ്ധമായത് എന്തൊക്കെയാണ് എന്നത് അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന് ഉൾക്കൊള്ളാവുന്ന, ആശ്രയിക്കാവുന്ന ജീവിത യാഥാർത്ഥ്യം എന്താണ് എന്നതും, മനുഷ്യന് ആശ്രയിക്കാൻ കഴിയില്ലാത്ത വിധത്തിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നതും ഈ ആയാത്തുകളിലായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന് വ്യക്തത നൽകുന്ന ബയ്യിനത്തുകളായിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ, സൂക്തങ്ങൾ. അത് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സമസ്യകൾക്കും, എല്ലാവിധ സങ്കീർണമായ ആശയ കാലുഷ്യങ്ങൾക്കും ഉള്ള പരിഹാരമായിട്ടുള്ള വ്യക്തത നൽകുന്ന സൂക്തങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, ഈ ആയാത്തുകൾ മുബീനാണ്, വ്യക്തതയുള്ളതാണ്, അത് വ്യക്തത വരുത്തുന്നതുമാണ്. എല്ലാവിധ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും മനുഷ്യന് മുക്തി നൽകി കൃത്യമായ ശരിയായ അടിത്തറയിൽ മനുഷ്യനെ നിലക്കൊള്ളാൻ പ്രാപ്തനാക്കുന്ന ദൈക്ഷണികമായ, ചിന്താപരമായ, യുക്തിപരമായ വ്യക്തത പകർന്നു നൽകുന്ന ആയാത്തുകളാണ് ഈ ദൈവിക ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ.
എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടും തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. ലഅല്ലക ബാഖിഉൻ നഫ്സക, ഒരുപക്ഷെ താങ്കളെ തന്നെ നശിപ്പിക്കുന്നവനായേക്കും എന്നാണ് അതിനർത്ഥം. താങ്കളെ തന്നെ കൊല്ലുന്നവൻ അല്ലെ നശിപ്പിക്കുന്നവൻ ആയി മാറിയേക്കും. എന്തിന്റെ പേരിലാണ്? അല്ലാ യകൂനു മുഅ്മിനീൻ, അവര് വിശ്വാസികളാവാത്തതിന്റെ പേരിൽ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റിസാലത്ത് ലഭിച്ച് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായിട്ട് ഭൂരിപക്ഷം ആളുകളും അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാതെ നിഷേധികളായി മാറുകയും വിശ്വാസം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് കുറച്ചൊന്നും അല്ല വേദനിപ്പിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യം അറിയുന്ന ഒരാള് എന്നുള്ള നിലക്ക് താൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ വസ്തുത എന്താണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള ആള് എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വളരെ കൃത്യതയുള്ള ബോധ്യം നൽകുന്ന വെളിപാട് ലഭിച്ച വ്യക്തി എന്നുള്ള നിലക്ക് ആളുകൾ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത്, അതിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ വല്ലാതെ ക്ഷീണിപ്പിക്കുകയോ തളർത്തുകയോ പ്രയാസപ്പെടുത്തുകയോ അദ്ദേഹത്തിന് തന്നെ ഹനിച്ചു കളയാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു കാര്യമായി മാറുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആവുന്നത് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു കലർപ്പും ഇല്ലാത്ത ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ്. മനുഷ്യ സമൂഹത്തിനുള്ള വഴികാട്ടിയായിക്കൊണ്ട് രംഗത്ത് വന്ന് എല്ലാ മനുഷ്യർക്കും അത് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ അത് അവതരിപ്പിച്ചിട്ട് യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ ഉൾക്കൊള്ളാവുന്ന ഏറ്റവും സുതാര്യതയുള്ള ഒരു കാര്യമായി അത് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവരുടെ മുന്നിൽ തെളിമയോടെ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്താതെ അവിശ്വസിക്കുക എന്ന ഒരു കാര്യമാണ് ജനങ്ങളിൽ ഏറെ പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ദൗത്യത്തിൽ ഏറ്റവും ഏറെ ആത്മാർത്ഥതയോടുകൂടി രംഗത്ത് വന്നിട്ടുള്ള പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്ന, മനോവ്യതയുണ്ടാക്കുന്ന, അദ്ദേഹത്തെ തകർത്ത് കളയുന്ന, വ്യക്തിപരമായി അദ്ദേഹത്തെ ഹനിച്ചു കളയുന്ന വിധത്തില് അപകടകരമായ ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ് സൂചിപ്പിക്കുന്നത്. വേണമെങ്കിൽ എടുത്തോട്ടെ, വേണ്ടെങ്കിൽ പോയി പണി നോക്കട്ടെ എന്നുള്ള ഒരു നിലപാടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്. എല്ലാവരും ഇതിന്റെ നേട്ടം ഉള്ളവരായി മാറണം, എല്ലാവർക്കും വിജയത്തിന്റെ മാർഗം ലഭിക്കണം, എല്ലാവരും അത് പ്രയോജനം ചെയ്യുന്നവരായി മാറണം എന്ന ഒരു നിർബന്ധവും എന്ന ആഗ്രഹവും അതിയായ ആത്മാർത്ഥതയോടുകൂടി തന്നെ അതില് പ്രയത്നിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തില് ആളുകൾ പുറംതിരിഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കും. വിശുദ്ധ ഖുർആനിൽ വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സമാനമായ ഒരു കാര്യം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തുൽ കഹ്ഫിലെ 6-ാമത്തെ ആയത്തില് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, അവരുടെ പുറകെ നടന്ന് സത്യമാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് അതില് വല്ലാതെ ഇൻവോൾവ് ആയിട്ട് പ്രവാചകരെ താങ്കൾ സ്വയം നശിപ്പിക്കുന്നവൻ ആയി മാറുന്ന ഒരവസ്ഥയാണല്ലോ ഉള്ളത് എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ, ഈ ദൈവിക വൃത്താന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളാതെ അതിന്റെ അവര് ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ മനോവ്യത അനുഭവിച്ചുകൊണ്ട് പ്രവാചകരെ താങ്കൾ സ്വയം നശിപ്പിക്കുന്നവനായി മാറുകയാണോ, അല്ലെങ്കിൽ മാറിയേക്കും എന്നൊക്കെയുള്ള വിധത്തിലാണ് അവിടെ പറയുന്നത്. മറ്റൊരിടത്ത്
സൂറത്ത് ഫാത്തിറിൽ കാണാം, ഫലാ തദ്ഹബു നഫ്സക അലൈഹിം ഹസറാത്ത്. അവരുടെ കാര്യത്തിൽ അവരുടെ പുറകെ നടന്ന് നീ നിരാശ പൂണ്ടുകൊണ്ട് നിന്നെ തന്നെ തകർക്കുന്നവനായി മാറിയേക്കും എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ. അപ്പോ 2-3 ഇടങ്ങളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ കാര്യത്തിലുള്ള ആത്മാർത്ഥതയുടെ ആ വ്യാപ്തി വെളിപ്പെടുത്തുന്ന പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. അതിലൊരു സന്ദർഭമാണിത്. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. അവര് മുഅ്മിനുകളാകാത്തതിന്റെ പേരിൽ പ്രവാചകരെ അതിന്റെ പേരിലുള്ള ദുഃഖവും വിഷമവും ഒക്കെ താങ്കളെ നശിപ്പിക്കുന്ന വിധത്തിൽ പോലും ആവുകയാണ്, അല്ലെങ്കിൽ ആയേക്കും എന്ന വിധത്തിലാണ് ഇവിടെ പരാമർശം. എന്നിട്ട് അത്രത്തോളം അതിൽ ഇൻവോൾവ് ആവേണ്ടതുണ്ടോ, അവര് നിലപാടുകൾ അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ സ്വീകരിക്കട്ടെ എന്നാണ് വെക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ കാര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ആളുകള് അതിനനുസരിച്ച് അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്ത് രംഗത്ത് വരുന്നില്ല. അവര് പലരും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോയി കളയുകയാണ്. പലർക്കും നിരന്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ദൃഷ്ടാന്തങ്ങൾ കിട്ടണം എന്ന വാശിയിലാണ് അവരത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കത് ബോധ്യപ്പെടേണ്ട വിധത്തില് ബോധ്യപ്പെടുവാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ തന്നെയാണ്. എന്നിട്ടും അവര് പിന്തിരിഞ്ഞു പോവുകയോ നിഷേധികളായി നിലകൊള്ളുകയോ ചെയ്യുന്നുവെങ്കിൽ അക്കാര്യത്തിൽ അമിതമായി വിഷമം ഉണ്ടാകുന്നതിന്റെ പേരിൽ താങ്കൾ സ്വയം നശിപ്പിക്കുന്നവൻ ആയി മാറിയേക്കും എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ആ ഒരു എക്സ്റ്റെന്റിൽ പോവേണ്ടതില്ല എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ ആയത്ത് ഇവരെയൊക്കെ ഒറ്റയടിക്ക് ഈ സത്യമാർഗത്തിലേക്ക് വരുത്തുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല. നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ നുനസ്സിൽ അലൈഹിം മിനസ്സമാ, ആകാശത്ത് നിന്ന് വിണ്ണിൽ നിന്ന് നാം ഒരു ആയത്ത് അവതരിപ്പിക്കുമായിരുന്നു. എങ്ങനത്തേതാണത്? അവരുടെ കണ്ടങ്ങളൊക്കെ തന്നെയും അതിന് വിധേയപ്പെട്ട് നിൽക്കുന്ന വിധത്തിലുള്ളതായി മാറുന്ന തരം ഒരായത്ത്. ആകാശത്ത് നിന്ന് അവർക്ക് ഒരു കാലത്തും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തില്, അവരുടെ കഴുത്ത് തിരിച്ചു കളയാൻ കഴിയാത്ത വിധത്തില് ഒരു സംഗതിയിൽ അവരെ കുരുക്കിയിടുന്ന വിധത്തിലുള്ള ഒരു ആയത്ത് അവതരിപ്പിക്കാൻ അള്ളാഹുവിന് വേണമെങ്കിൽ സാധിക്കും. അള്ളാഹു അവരെ ഒന്നിനും നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്. ഓരോരുത്തരും അവരുടെ ബുദ്ധിപരമായ അന്വേഷണത്തിന്റെയും സത്യസന്ധതയുടെയും ഫലമായിട്ട് സത്യമാർഗം സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യട്ടെ എന്നാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ എല്ലാവരെയും സത്യമാർഗം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കുന്ന വിധത്തിലുള്ള ഒരായത്ത് അള്ളാഹു അവതരിപ്പിക്കുമായിരുന്നു. അവരുടെ കഴുത്തുകളെ, അവരുടെ കണ്ടങ്ങളെ വിധേയപ്പെട്ട് നിർത്തുന്ന വിധത്തില് ആക്കി മാറ്റുന്ന ഒരായത്ത് അവതരിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. കടുത്ത ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലുള്ളതോ അല്ലെങ്കിൽ വേദന അനുഭവിക്കേണ്ടി വരുന്ന വിധത്തിൽ ഒരു ശിക്ഷയുടെ രൂപത്തിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള ആയാത്തുകൾ അള്ളാഹുവിന് കാണിക്കാം. അതോടുകൂടി അവരെല്ലാവരും നിർബന്ധിതരാകും സത്യമാർഗം സ്വീകരിക്കാൻ. അവരുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷനേ ഉണ്ടാവുകയില്ല. അവരുടെ കഴുത്ത് കീഴ്പ്പെട്ട വിധത്തിലായി മാറുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തം. അതാണ് വേണമെങ്കിൽ അള്ളാഹുവിന് അങ്ങനെ ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെല്ലാവരും വിശ്വാസികളായി മാറിയിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ പദ്ധതി അങ്ങനെയല്ല. മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന വിവേചന ബുദ്ധി, ഡിസ്ക്രീഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരും തീരുമാനിക്കട്ടെ സത്യമാർഗം സ്വീകരിക്കണോ വേണ്ടേ എന്നത്. അതിനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങള് തീരുമാനിക്കാനുള്ള ഒരു സ്പേസും ഒക്കെ നൽകിക്കൊണ്ടാണ് അള്ളാഹു ഈ പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത്. മറിച്ചായിരുന്നെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസമൊന്നുമില്ല. ആളുകളെ അവരുടെ കഴുത്ത്, അവരുടെ കണ്ടങ്ങള് കീഴ്പ്പെടുത്തുന്ന വിധത്തില് അവര് വിധേയപ്പെട്ട് വിശ്വാസികളായി നിലകൊള്ളാൻ അവരെ നിർബന്ധിക്കുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തം വിണ്ണിൽ നിന്ന് അവതരിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. അതൊരു പ്രളയമാവാം, അതിശക്തമായ ഇടിമിന്നലാവാം, അതുപോലെ എന്തു ആവാം. അതിന്റെ ഭയപ്പെടുത്തലിന്റെ കാരണമായി അവരൊക്കെയും തന്നെ വിശ്വാസികളായി അവരുടെ കണ്ടങ്ങളെ വിധേയപ്പെടുത്തി, കഴുത്ത് വിധേയപ്പെടുത്തി നിൽക്കുന്നവരായി മാറും. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റഫറാണ് ഈ കഴുത്തുകളെ വിധേയപ്പെടുത്തി നിൽക്കുക എന്ന് പറയുന്നത്. കന്നുകാലികളെ നിരീക്ഷിച്ചാൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാവും. മനുഷ്യനെ പോലെയല്ല. കന്നുകാലികൾക്ക് അവരുടെ കഴുത്ത് പ്രത്യേക വിധത്തിൽ നിയന്ത്രിക്കപ്പെട്ടു പെട്ടുള്ള അവസ്ഥയിലാണുള്ളത്. അതിന് ഒരു പ്രത്യേക ഒരു ക്രമീകരണമുണ്ട്. ഒരു കാളയോ പോത്തോ ആടോ ഒക്കെ തന്നെ നമ്മൾ മനുഷ്യര് നോക്കുന്ന പോലെ ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കാൻ കഴിയുന്ന വിധത്തിലല്ല. വല്ലപ്പോഴൊക്കെ ആരെങ്കിലും പിടിച്ച് ആകാശത്തിലേക്ക് തല തിരിച്ചാൽ തന്നെ മൃഗങ്ങള് വിരലിയെടുത്ത് കുതറി പോകുന്നത് കാണാൻ കഴിയും. അപ്പൊ കഴുത്തിനെ അതിനാത്തിനെ വിധേയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഏത് വിധത്തിലാണോ അവരുടെ ആ ഫംഗ്ഷൻ നിർവഹിക്കപ്പെടേണ്ടത് ആ വിധത്തില് അതിന് മാത്രം പറ്റുന്ന രീതിയിലാണ് ജീവജാലങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. ആ വിധത്തിലല്ല മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മനുഷ്യന് കുറച്ചുകൂടി സ്വതന്ത്രമായി പ്രപഞ്ച സാകല്യത്തെ നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് മനുഷ്യന്റെ കഴുത്തിന്റെ ഘടനയുള്ളത്. അതും പൂർണ്ണമായിട്ട് സ്വതന്ത്രമാണ്, പൂർണ്ണമായിട്ട് 90 ഡിഗ്രി അല്ലെ 360 ഡിഗ്രി തിരിക്കാൻ പറ്റുന്നതാണ് എന്നൊന്നും പറയല്ല. പക്ഷെ മൃഗങ്ങളുടേതിനേക്കാളൊക്കെ ഏറെ കഴുത്തിനെ തിരിച്ചുകൊണ്ട് എല്ലാ വശങ്ങളിലേക്കും കാണാനും നിരീക്ഷിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലാണ് മനുഷ്യന്റെ കഴുത്ത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. മൃഗങ്ങളുടേത് വ്യത്യസ്തമാണ്. അപ്പൊ മൃഗങ്ങളുടേത് പോലെ നമ്മളെ പുനരാവിഷ്കരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വിധേയപ്പെടുത്തി നിർത്തുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. വിണ്ണിൽ നിന്നൊരു ദൃഷ്ടാന്തം ഇറക്കുകയേ വേണ്ടതുള്ളൂ. അവരെല്ലാവരും തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ആ ദൃഷ്ടാന്തത്തിന്റെ മുന്നിൽ വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കും. ആ വിധത്തിൽ അവരെ വിധേയപ്പെടുത്തി നിർത്താൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. ഇത് പറയുമ്പോ അതിനി തെളിവ് ചോദിക്കുന്നവരുണ്ടാകും. അങ്ങനെ അള്ളാഹുവിന് കഴിയുമെന്നതിന് എന്താണ് തെളിവ്? നമ്മൾ മനുഷ്യരല്ലാത്ത സൃഷ്ടിജാലങ്ങളെ മാത്രം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. അവരേതൊക്കെ വിധത്തിലാണ് വിധേയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനും അപൂർവമായിട്ടൊക്കെ കഴുത്തിന് ഉളുക്കുണ്ടാകുമ്പോഴൊക്കെ തന്നെ അങ്ങനെ ഒരു നിയന്ത്രണത്തിനകത്താകാറുണ്ട്. അതും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവിടെ ഇത് ഒരു മെറ്റഫറാണ്. ഞാൻ അതിന്റെ ലിറ്ററൽ സെൻസിൽ പറയല്ല. അതിന്റെ ഒരു രൂപകം എന്നുള്ള നിലക്ക് അതിനെ കാണുമ്പോൾ അത് ആ ഒരു ചിത്രം നമുക്ക് മൃഗങ്ങളിൽ കാണാൻ കഴിയും. കഴുത്ത് വിധേയപ്പെട്ട വിധത്തിലാക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടിജാലങ്ങൾ. അപ്പോ ആകാശത്ത് നിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും കണ്ടങ്ങളെ വിധേയപ്പെടുത്തി നിർത്തുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണ്, പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ എല്ലാവരെയും വിശ്വാസികളാക്കുക
എന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശമല്ല. ആവശ്യമുള്ളവർ സ്വയം തെരഞ്ഞെടുക്കട്ടെ എന്നൊരു സമീപനമാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകരെ, ഈ ദൗത്യം നിർവഹിക്കുന്നതിലുള്ള ആത്മാർത്ഥത കാരണമായിട്ട് താങ്കൾ സ്വയം നശിപ്പിക്കുന്നവനാകരുത്. കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക, അവർ മനസ്സിലാക്കട്ടെ, ആവശ്യമുള്ളവർ പിൻപറ്റട്ടെ, അല്ലാത്തവർ തള്ളിക്കളയട്ടെ, നിഷേധികളായിട്ട് അവരുടെ വഴിക്ക് പോകട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. റിബല്യസ് ആയിട്ടുള്ള ഒരു മൃഗത്തിനെയും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ മൃഗത്തിനും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രകൃതത്തിന്റെ അകത്ത് വിധേയപ്പെട്ടുകൊണ്ടാണ് ഓരോ മൃഗവും കഴിയുന്നതെന്ന് കാണാൻ കഴിയും. മനുഷ്യന് സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഒക്കെ നൽകപ്പെട്ടിട്ടുള്ള ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ അവരെ നിർബന്ധിതരാക്കുക എന്നത് അള്ളാഹുവിന്റെ പദ്ധതിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നത്, അവർക്ക് ഒരു ഉത്ബോധനവും വരുന്നില്ല മിനർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന്. മുഹദസിൻ, പുതിയതായിട്ടുള്ള ഒരു ഉത്ബോധനവും അവരിലേക്ക് എത്തുന്നില്ല. എങ്ങനെ? ഇല്ലാ കാനൂ അൻഹും മുഅ്രിദീൻ, അവർ അതിൽ നിന്ന് മുഖം തിരിച്ചവരായിക്കൊണ്ട് പിന്മാറിക്കളയുന്ന വിധത്തിലല്ലാതെ. ദൈവിക മാർഗദർശനവുമായിട്ട് വരുന്ന പ്രവാചകന്മാർ മുഖേന മനുഷ്യർക്ക് അള്ളാഹു നിരന്തരം ഉത്ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പുതിയ ദിക്റും മുഹദസ് ആയിട്ടുള്ള ഒരു ഉത്ബോധനവും അവരിലേക്ക് എത്തുന്നില്ല. അവരതിനെ തള്ളിക്കളയുന്നവരോ അതിനോട് പുറംതിരിഞ്ഞു കളയുന്നവരോ പിന്തിരിഞ്ഞു പോയിക്കളയുന്നവരായിക്കൊണ്ടോ അല്ലാതെ. എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകൻ ഒരു ഉത്ബോധനവുമായി കടന്നു വരുമ്പോഴും അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ ആളുകൾ ഇവിടെ ഒരുങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്. ആളുകളിൽ ഏറെ പേരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയോ പുറംതിരിഞ്ഞു പോവുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഒരു പ്രവാചകനും ഹൃദയപൂർവ്വം സ്വീകരിക്കപ്പെടുന്ന ഒരു ചുവന്ന പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാര് ദിക്റുമായിട്ട് ഉത്ബോധനവുമായിട്ട് ഓർമ്മപ്പെടുത്തലുമായി കടന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ ദൈവിക പ്രവാചകന്മാരുടെ ദൈവിക ദൗത്യങ്ങളെ ദിക്റ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം അനുസരിച്ച് മനുഷ്യര് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പഠിപ്പിക്കപ്പെട്ടതും അവരൊക്കെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞതും ഒക്കെയാണ്. പിന്നെ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വരുന്നത്. അങ്ങനെ ഓരോ തവണയും പുതിയ ഓർമ്മപ്പെടുത്തലുമായിട്ട് പ്രവാചകന്മാർ വന്നപ്പോ ആളുകള് അതിൽ നിന്ന് അതിനോട് പുറംതിരിഞ്ഞ് പിന്തിരിഞ്ഞ് തിരിഞ്ഞു കളയുന്ന പൊയ്ക്കളയുന്ന ഒരു നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രവാചകനും മറിച്ച് ഹൃദയപൂർവ്വം ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന ആനന്ദം കാണിച്ചുകൊണ്ട് ആഹ്ലാദം കാണിച്ചുകൊണ്ട് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു അനുഭവം ഒരു പ്രവാചകന്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാര് അംഗീകരിക്കപ്പെട്ടതിന് ശേഷം അവർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അവരെ പിന്തുടരുന്ന അനുയായികൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമൊക്കെ അങ്ങനെയുള്ള കൈകൊട്ടി പാടികൊണ്ടൊക്കെ ഉള്ള സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ല പറയുന്നത്. തുടക്കത്തില് എല്ലാ പ്രവാചകന്മാരും ദൈവിക ഉത്ബോധനവുമായി കടന്നു വന്നപ്പോഴൊക്കെയും തന്നെ തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ തിരിഞ്ഞു പൊയ്ക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഫഖദ് കസ്സബു, ഇപ്പോഴിതാ ഇവരും നിഷേധിച്ചിരിക്കുകയാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യ നിർവഹണ കാര്യത്തില് മക്കയിൽ ആളുകൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് എന്നതാണ് ഈ ആയത്തിൽ ഇവിടെ അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഫഖദ് കസ്സബു, ഇപ്പോഴിതാ ഇവർ നിഷേധിച്ചിരിക്കുകയാണല്ലോ, അവര് കളവാക്കിയിരിക്കുകയാണല്ലോ. ഇനി സംഭവിക്കാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഫസയഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏതൊരു സംഗതിയെയാണോ ഇവർ പരിഹസിച്ച് തള്ളിയിരുന്നത് ആ വൃത്താന്തങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരാൻ പോവുകയാണ്. അത് വരും. പ്രവാചകന്മാര് നൽകിയിട്ടുള്ള താക്കീതുകള് അക്ഷരം പ്രതി പുലരുന്നത്
ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിച്ചിരിക്കുകയാണ്. അത് നിർവഹിച്ചപ്പോ എന്താ ഉണ്ടായിട്ടുള്ളത്? ഫഖദ് കദ്ദബു, ഇവരിതാ കളവാക്കിയിരിക്കുന്നു. ഈ ആളുകൾ കണ്ടില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മറ്റൊരാളെ മാനവ ചരിത്രത്തിൽ തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. അത്രയും അത്യുന്നതനായ ഒരു മനുഷ്യൻ അവർക്കിടയിൽ അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കുന്നവനായി കടന്നു വന്നപ്പോ ഇവര് അതിനെ കളവാക്കിയിരിക്കുകയാണ്. അപ്പോ ഇനി വരാനിരിക്കുന്നത് പ്രവാചകന്മാരെ കളവാക്കിയവർക്ക് എന്താണ് അവരെ ഏറ്റുവാങ്ങേണ്ടി വരിക? സത്യം നിഷേധിച്ച ആളുകളെ അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ നടപടി അവരുടെ മേലുള്ളത് ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിക്കും. ഫസയഅ്തീഹിം, അവരിലേക്ക് വരിക തന്നെ ചെയ്യും. അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, പ്രവാചകന്മാര് താക്കീത് നൽകിയപ്പോഴൊക്കെ അവര് പരിഹസിക്കുകയായിരുന്നു, കളവാക്കുകയായിരുന്നു, അല്ലെങ്കിൽ തമാശയാക്കി കളയുകയായിരുന്നു. അങ്ങനെ അവര് തമാശയാക്കി കളഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. അംബ എന്ന് പറഞ്ഞാൽ നബഇന്റെ ബഹുവചനാണ്. നബ എന്ന് പറഞ്ഞാൽ വൃത്താന്തം, ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു താക്കീതിന്റെ, ഒരു മുന്നറിയിപ്പിന്റെ ആശയം. അങ്ങനെ നൽകപ്പെട്ട മുന്നറിയിപ്പ് അടങ്ങിയിട്ടുള്ള വിവരങ്ങൾ നേരത്തെ നൽകപ്പെട്ടതാണല്ലോ. അവയൊക്കെയും തന്നെ ഒന്നിനു പുറകെ ഒന്നായി അവയൊക്കെയും തന്നെ അവരിലേക്ക് എത്താനിരിക്കുകയാണ്. ഫസയഅ്തീഹിം, അവരിലേക്ക് യാഥാർത്ഥ്യമായിട്ട് വരാനിരിക്കുന്നു. എന്താണ് വരാൻ പോകുന്നത്? അംബാ, ചില വിവരങ്ങൾ, ചില സംഗതികൾ. എന്താണ് ആ സംഗതികളുടെ പ്രത്യേകത? മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അതൊക്കെ ഇവര് നിഷേധിച്ച് തമാശയാക്കി പരിഹസിച്ച് തള്ളുകയായിരുന്നു. ഉദാഹരണത്തിന് അന്ത്യസമയം, അന്ത്യനാൾ, പുനരുത്ഥാനം, അതുപോലെ ഭൗതിക ലോകത്ത് തന്നെ നിഷേധികള് അക്രമപാത പിന്തുടരുമ്പോൾ അള്ളാഹു നടത്തുന്ന നടപടികൾ, അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അംബായിൽപ്പെട്ടതാണ്. പ്രവാചകന്മാര് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളുടെ ഭാഗമായിട്ടുള്ളതാണ്. അവയൊക്കെയും തന്നെ ഒന്നിനു പുറകെ ഒന്നായി വരാനിരിക്കുന്നു, സംഭവിക്കാൻ പോകുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഫഖദ് കദ്ദബു, ഈ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരിക്കുകയാണല്ലോ, കളവാക്കിയിരിക്കുകയാണല്ലോ. ഫലമോ? ഫസയഅ്തീഹിം, അതിന്റെ ഫലമായിട്ട് വരാനിരിക്കുന്നു. അംബാഉ, ചില കാര്യങ്ങൾ, ചില വൃത്താന്തങ്ങൾ. മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അതൊക്കെ അവര് നേരത്തെ പരിഹസിച്ച് തള്ളിയതാണ്. അവര് ഏതൊക്കെ കാര്യങ്ങളെയാണോ പ്രവാചകന്മാർ അവരോട് പറഞ്ഞപ്പോ പരിഹസിച്ച് തമാശയാക്കി കളിയാക്കി വിട്ടത്, അതൊക്കെയും തന്നെ ഒന്നിനു പുറകെ ഒന്നായി അവരിലേക്ക് എത്തിച്ചേരാനിരിക്കുന്നു എന്നാണ് അള്ളാഹു കൂടെ വ്യക്തമാക്കുന്നത്. സൂറത്ത് ശൂറയിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.